الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഥ വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കൾ ഹാബീലും ഖാബീലും, അവർ ഇരുവരുടെയും ഒരു ചരിത്ര സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കളുടെ ചരിത്രം നബിയെ നീ ജനങ്ങൾക്ക് ഓതി കൊടുക്കുക. അവർ ഇരുവരും അവർക്കിടയിലുണ്ടായ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനായി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന് അവർ ഇരുവരും ബലി നൽകുകയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട അവർക്കിടയിലുണ്ടായ ചില തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, നീതിയുടെ സത്യത്തിന്റെ ഭാഗമാരുടെ ഭാഗത്താണ് എന്ന് അവർ ഇരുവർക്കും ബോധ്യപ്പെടാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും അള്ളാഹുവിന് ഒരു ബലി അർപ്പിക്കുക. അത് ആരിൽ നിന്നാണോ സ്വീകരിക്കപ്പെടുന്നത് അവനാണ് സത്യത്തിന്റെ കക്ഷി. അങ്ങനെ 2 പേരും അള്ളാഹുവിന് ബലിയർപ്പിച്ചു. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. അതിൽ ഹാബീലിന്റെ ബലി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ഖാബീലിന്റെ ബലി അല്ലാഹു സ്വീകരിച്ചില്ല. അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഖാബീൽ പറയുകയാണ്, ലഅഖ്തുലന്നക, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ ജീവിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നീ എന്നെ കൊന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യം സ്വീകരിക്കണമെങ്കിൽ തഖ്വ അത് നിർബന്ധമാണ്. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈനീട്ടിയാലും നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ നിനക്കെതിരെ കൈ നീട്ടുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. ഇനി നീ അങ്ങനെ എന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉ സാലിമീൻ, ഞാൻ ചെയ്തു പോയ പാപങ്ങളും നീ ചെയ്തു കൂട്ടിയ പാപങ്ങളും എല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിനക്കത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നീ നരകാവകാശിയിൽ പെട്ടുപോകും. അതുകൊണ്ട് ഈ തിന്മയിൽ നിന്ന് നീ മാറണമെന്ന് അദ്ദേഹത്തോട് സഹോദരൻ ഉപദേശിക്കുകയാണ്. എന്നാൽ അതൊന്നും ചെവികൊള്ളാൻ അയാൾ തയ്യാറായില്ല. മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു തന്റെ സഹോദരനെ വകവരുത്തുവാൻ വേണ്ടി. ഖാബീലിന്റെ മനസ്സ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ തന്റെ സഹോദരൻ ഹാബീലിനെ ആ ഖാബീൽ എന്ന സഹോദരൻ കൊല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ നഷ്ടക്കാരിൽ, ദുനിയാവിലും ആഖിറത്തിലും യാതൊരു ലാഭവും ലഭിക്കാത്ത നഷ്ടം മാത്രം പറ്റിയവരിൽ ആ ഖാബീൽ എന്ന മനുഷ്യൻ ആദം നബിയുടെ മകനിൽ ഒരാൾ പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ലോക ചരിത്രത്തിൽ നടന്ന ഒന്നാമത്തെ കൊലപാതകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, ലാ തുഖ്തലു നഫ്സുൻ ദുൽമ, അന്യായമായി ഈ ഭൂമിയിൽ ആര് കൊല്ലപ്പെടുന്നുവോ, ഇല്ലാ കാന അലാ ഇബ്നി ആദമൽ അവ്വൽ കിഫ്ലുൻ മിൻ ദമിഹാ, ആ അന്യായമായി കൊല്ലപ്പെട്ട ആ വ്യക്തിയുടെ അല്ലെങ്കിൽ കൊല ചെയ്ത ആ വ്യക്തിയുടെ പാപഭാരം അതിന്റെ ഒരു ഭാഗം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ കൊല ചെയ്ത മകന് അനുഭവിക്കേണ്ടി വരുമെന്നാണ്. കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായി കൊലപാതകമെന്ന തിന്മ അതിന് തുടക്കമിട്ടത് ഈ മകനാണ്. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ആരെല്ലാം അന്യായമായി കൊല ചെയ്യപ്പെടുന്നുണ്ടോ അതിന്റെ എല്ലാം ഒരു പാപവിഹിതം ഈ
ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എത്രയധികം തിന്മകളുടെ വമ്പിച്ച കൂമ്പാരമായിരിക്കും ഈ ഒരു മനുഷ്യന്റെ ഖബറിലേക്ക്, അവന്റെ പ്രവർത്തന രേഖയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും നഷ്ടം മാത്രമാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ, പത്രമാധ്യമങ്ങൾ തുറന്നു നോക്കുകയാണ് എങ്കിൽ ഞെട്ടിക്കുന്ന കൊലപാതക വാർത്തകളാണ് നമ്മളെല്ലാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അന്യായങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കും. അത് വ്യാപിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യവുമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യക്സുറൽ ഹർജ്, ഹർജ് അധികരിക്കുന്നത് വരെ. സ്വഹാബത്ത് ചോദിച്ചു, വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ ഈ ഹർജ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ലു, അൽ ഖത്ൽ, കൊലപാതകമാണ്. അന്യായമായി ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അത് അധികരിക്കുന്നത് വരേക്കും അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, പടച്ച റബ്ബ് തന്നെ സത്യം, ലയതിയന്ന അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, ലാ യദ്രിൽ ഖാതിലു ഫീ അയ്യി ശൈഇൻ ഖതൽ, കൊന്നവൻ അറിയില്ല എന്ത് കാരണത്താലാണ് ഞാൻ ഇവനെ കൊന്നത് എന്ന് കൊന്നവന് പോലും അറിയില്ല. വലാ യദ്രിൽ മഖ്തൂലു ഫീ അയ്യി ശൈഇൻ ഖുതിൽ, ഏതു കാരണത്താലാണ് ഞാൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത ഒരു വല്ലാത്ത കാലം ജനങ്ങളെ തേടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. കൊലപാതകങ്ങൾ വ്യാപകമായി വരും. അത് അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊലപാതകം, മറ്റുള്ളവരുടെ ജീവൻ അന്യായമായി അപഹരിക്കുക, അത് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന മൂബിഖാത്തിൽ, മുഹ്ലിക്കാത്തിൽ, നാശകാരികളായ തിന്മകളിൽപ്പെട്ട വലിയ തിന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇജ്തനിബു അസ്സബ്അൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ, നാശകാരികളായ 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വമാ ഹുന്ന, ഏതാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അശ്ശിർകു ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ, അവന്റെ റുബൂബിയ്യത്തിൽ, അവനുള്ള ആരാധനയിൽ, അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതൊരു കാര്യമുണ്ടോ അതിൽ അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും നമ്മൾ പങ്കുചേർത്ത് കഴിഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമാകുന്ന വലിയ തിന്മയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ് ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക. രണ്ടാമതായി അവിടെ നിന്നി അസ്സിഹർ, മാരണം, സിഹർ, അത് ചെയ്യുക. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ് വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ന്യായമായ കാരണത്തിനല്ലാതെ അന്യായമായി അല്ലാഹു പവിത്രമാക്കിയ ഒരു ജീവനെ അപഹരിക്കുക എന്നുള്ളതാണ്. നാലാമതായി എണ്ണി വഅക്ലു റിബ, പലിശ ഭുജിക്കുക, വഅക്ലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുക, വതവല്ലി യൗമസ്സഹ്, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക, വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പതിവ്രതകളായ സൽവൃത്തരായ സ്ത്രീകളെ കുറിച്ച് അവരുടെ അഭിമാനം, അതിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറഞ്ഞു പരത്തുക എന്ന 7 വലിയ പാപങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയ ഒരു പാതകമാണ് കൊലപാതകം എന്നുള്ളത്. മനുഷ്യന്റെ ജീവന്, അവന്റെ അഭിമാനത്തിന് അങ്ങേയറ്റത്തെ വിലയും നിലയും കൽപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം. രക്തത്തിന് പവിത്രതയും സംരക്ഷണവും അള്ളാഹുവിന്റെ ദീന് പ്രദാനം ചെയ്തു.
റസൂലേ പറഞ്ഞു കൊടുക്കുക, തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ അവൻ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞു നൽകാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്, അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. അവരോട് എതിർത്തുകൊണ്ടോ മോശമായി അവരോട് പെരുമാറാൻ പാടില്ല. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും വേണ്ട ഉപജീവനം നൽകുന്നത് നാമാണ് എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ യാതൊരു മ്ലേച്ഛവൃത്തിയിലേക്കും നിങ്ങൾ അടുത്തു പോകരുത്. വലാ തഖ്തുലു النفس التي حرم الله إلا بالحق, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി കണക്കാക്കിയ ഒരു ജീവനെയും ഒരു മനുഷ്യനെയും അന്യായമായി അകാരണമായി നിങ്ങൾ കൊന്നുപോകരുത്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, കാര്യങ്ങൾ ഉറ്റാലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്താണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അല്ലാഹു ജനങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് പറഞ്ഞു, من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا, ഭൂമിയിൽ അന്യായമായി ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഒമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ആരുടെയെങ്കിലും ജീവന് സംരക്ഷണമേകിയാൽ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവന് സംരക്ഷണമേകിയവനെ പോലെയാണ് അവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ജീവൻ അത് ഒരിക്കലും അകാരണമായി നമ്മളുടെ കയ്യാൽ അത് ഹനിക്കപ്പെടാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാമുൻ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ അഭിമാനം അത് പരസ്പരം പവിത്രതയുള്ളതാണ്. അത് അന്യായമായി നിങ്ങൾ ചിന്താൻ പാടില്ല, അതിന് ക്ഷതം വരുത്താൻ പാടില്ല. അതിന്റെ പവിത്രത എത്രയാണ്! കഹുറുമതി യൗമികും ഹാദാ, ദുൽഹിജ്ജ മാസത്തിലെ അല്ലാഹു പവിത്രമാക്കിയ മാസത്തിലെ അറഫ ദിവസത്തിന് എത്ര കണ്ട് പവിത്രതയുണ്ടോ അതുപോലെ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ രക്തവും അവന്റെ സമ്പാദ്യവും അവന്റെ അഭിമാനവും. അതുപോലെ കഅബാലയത്തിന്, മക്ക എന്ന നാടിന്, ദുൽഹിജ്ജ മാസത്തിന് എത്രയധികം പവിത്രതയുണ്ടോ അതുപോലെ പവിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ, മനഃപൂർവ്വം ഒരു മുഅ്മിനിനെ ആരെങ്കിലും കൊന്നാൽ, അവനെ കൊലപ്പെടുത്തിയാൽ അവനുള്ള പ്രതിഫലം എന്താണ്? ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ, അവനുള്ള പ്രതിഫലം നരകമാണ്. നരകത്തിൽ അവൻ നിത്യവാസിയായിരിക്കും. തീർന്നില്ല, വഗദിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ അത്യുഗ്ര കോപം ആ മനുഷ്യന്റെ മേലുണ്ടായിരിക്കും. വലഅനഹു, അല്ലാഹുവിന്റെ ശാപവും ഉണ്ടായിരിക്കും. വഅഅദ്ദ ലഹു അദാബൻ അദീമ, വമ്പിച്ച ശിക്ഷ അത്തരക്കാർക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, മാ അത്യബകി വഅത്യബ റീഹകി, അല്ലയോ കഅബ, നിന്റെ പവിത്രത എത്രയാണ്, നിന്റെ ഗന്ധം എത്രമാത്രം സ്തുത്യർഹമാണ്. മാ അഅ്ളമകി വഅഅ്ളമ ഹുറുമതകി, അല്ലാഹുവിന്റെ അടുക്കൽ നീ എത്ര മഹത്വരമുള്ള കഅബയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ എത്ര മഹത്വരമാണ് നിന്റെ പവിത്രത. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലഹുറുമത്തുൽ മുഅ്മിനി അഅ്ളമു ഇൻദല്ലാഹി ഹുറുമതൻ മിൻകി,
ഒരു മുഅ്മിനിന്റെ പവിത്രത കഅബയേക്കാളും അല്ലാഹുവിന്റെ അടുക്കൽ പവിത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാലുഹു അവന്റെ ധനം, വദമുഹു അവന്റെ രക്തം, വഅന്നദുന്ന ബിഹി ഇല്ലാ ഖൈറാ ഒരു മുഅ്മിനിനെ കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും നാം വിചാരിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഖത്ലുൽ മുഅ്മിനി അഅ്ളമു ഇൻദല്ലാഹി മിൻ സവാലിദ് ദുനിയ ദുനിയാവ് മുഴുവൻ നശിക്കുന്നതിനേക്കാളും ഭീകരമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മുഅ്മിൻ കൊല ചെയ്യപ്പെടുക എന്നുള്ളത്. അന്യായമായി ഒരു മുസ്ലിം കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ഈ ദുനിയാവ് മുഴുവൻ നശിക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുന്നു. ലൗ അന്ന അഹ്ലസ് സമാഇ വ അഹ്ലൽ അർദ് ആകാശ ഭൂമികളിലുള്ള സകല സൃഷ്ടിജാലങ്ങളും ഇശ്തറകൂ ഫീ ദമിൻ മുഅ്മിനിൻ ഒരു മുഅ്മിനിന്റെ കൊലപാതകത്തിൽ പങ്കാളിയാവുകയാണ് എങ്കിൽ ലഅകബ്ബഹുമുല്ലാഹു അസ്സ വജല്ല ഫിന്നാർ ആകാശ ഭൂമികളിലുള്ള സകല സൃഷ്ടികളെയും അതിന്റെ പേരിൽ നരകത്തിലിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കമാണ് എന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്രമാത്രം ഗൗരവത്തിലാണ് ഒരു മുഅ്മിനിന്റെ രക്തത്തെ, അവന്റെ ജീവനെ അല്ലാഹുവിന്റെ ദീൻ നോക്കി കാണുന്നത് എന്നാണ് ഈ ഹദീസുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു ആയുധം കൊണ്ട് പോലും തന്റെ സഹോദരന്റെ നേർക്ക് ചൂണ്ടുവാൻ പോലും പാടില്ല എന്നാണ്. നമ്മൾ കളിതമാശകൾക്ക് പോലും ആ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വാനലോകത്ത് അള്ളാഹുവിന്റെ മലായികത്തുകൾ നമ്മളെ ശപിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ ഒരു ഇരുമ്പ് കൊണ്ട്, ഒരു ആയുധം കൊണ്ട് തന്റെ സഹോദരന്റെ നേർക്കാരെങ്കിലും ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനുഹു മലക്കുകൾ അവനെ ശപിക്കുമെന്നാണ്. ശപിച്ചുകൊണ്ടേയിരിക്കും അവനത് നിലത്ത് വെക്കുന്നത് വരേക്കും. വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മി തന്റെ സ്വന്തം സഹോദരന്റെ നേർക്കാണ് നമ്മളത് ചൂണ്ടുന്നത് എങ്കിലും എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരന്റെ നേർക്ക് കളിതമാശയായിട്ട് പോലും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മലായികത്തുകൾ നമ്മളെ ശപിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു ജീവന് എത്ര കണ്ട് ഇസ്ലാം നൽകിയ പ്രാധാന്യം അതാണ് നമ്മളെല്ലാം ഇതിലൂടെ വായിക്കുന്നത്. ഒരാളുടെ രക്തം അന്യായമായി നമ്മൾ വഴി ചിന്തപ്പെടുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ അതുവരേക്കും അനുഭവിച്ച ദീനിൽ അവൻ അനുഭവിച്ച വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് എടുത്തു കളയുമെന്നാണ്. അവന്റെ മനസ്സ് വല്ലാതെ കുടുസാകും. വല്ലാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ മാനസികമായ ക്ലേശം പിടിപെട്ട് അള്ളാഹു അവനെ പരീക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിച്ചത് ഒരു മുഅ്മിനിന് അല്ലെങ്കിൽ ഒരു ജീവന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് ജീവന് യാതൊരു വിലയും കൽപ്പിക്കപ്പെടാത്ത ഈ ഒരു വർത്തമാന കാലത്ത് ഇസ്ലാം ഒരു മനുഷ്യ ജീവന് നൽകുന്ന പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله لم يزل عليما قديرا وصلى الله على نبينا محمد وآله وصحبه وسلم تسليما كثيرا. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കൊലപാതകവും അതിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളെ കുറിച്ചും ചുരുങ്ങിയ രൂപത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ
വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിനോടൊപ്പം യാതൊരു ഇലാഹിനെയും ആരാധനയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ് അല്ലാഹുവിന്റെ അടിയാറുകൾ. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി അല്ലാഹു പവിത്രത കൽപ്പിച്ച ഒരു നഫ്സിനെയും ഒരു ജീവനെയും കൊലപ്പെടുത്താത്തവരുമാണ് അവർ. കൊലപാതകത്തിൽ അവർക്ക് യാതൊരു പങ്കുമുണ്ടായിരിക്കുകയില്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കാത്തവരുമാണവർ. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആരെങ്കിലും ഇക്കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ വമ്പിച്ച കുറ്റം അവൻ കണ്ടെത്തുന്നതാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കുക, കൊലപാതകം നടത്തുക, വ്യഭിചാരത്തിൽ ഏർപ്പെടുക, ഈ 3 തിന്മകളും വർത്തമാനകാല സാഹചര്യം പരിശോധിച്ചാൽ, വാർത്തകൾ പരിശോധിച്ചാൽ ഏറെ വ്യാപകമായി നമ്മുടെയൊക്കെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മയാണ്. വമ്പിച്ച ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 പാതകങ്ങൾക്കും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു പറയുന്നു, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന. ശിക്ഷ അല്ലാഹു അവർക്ക് ഇരട്ടിയാക്കി നൽകിക്കൊണ്ടേയിരിക്കും ഈ തിന്മകൾ ചെയ്യുന്നവർക്ക്. നാളെ പരലോക നാളിൽ നരകാഗ്നിയിൽ നിന്ദരായി ഇവർ ഇത്തരക്കാർ ശാശ്വതവാസികളായി കഴിയുമെന്നാണ്. ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹ. എന്നാൽ അല്ലാഹുവിനോട് ഈ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തവർ, ശരിയായ വിശ്വാസമുള്ളവർ, അമലു സാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചവർ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അവർ ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും അവർ പിന്നീട് തൗബ ചെയ്തു മടങ്ങി നല്ലവരായി ശരിയായ വിശ്വാസത്തിലേക്കും സൽക്കർമ്മങ്ങളിലേക്കും അവർ മടങ്ങി വന്നാൽ അവർ ചെയ്ത തിന്മകളെ എല്ലാം അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അടിമകളോട് ഏറെ കാരുണ്യമുള്ള റഹീമും അവരുടെ പാപങ്ങൾ ഏറെ പൊറുക്കുന്ന ഗഫൂറുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ മക്കളുമെല്ലാം അടങ്ങുന്ന ഈ സമുദായം ഈ ആയത്തിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഈ 3 തിന്മകളിൽ വ്യാപകമായി അവർ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെ മദ്യം ഹറാമാണ്, അത് തെറ്റാണ്, വ്യഭിചാരം പാടില്ല, ശിർക്ക് അത് ഗുരുതരമായ തിന്മയാണ് എന്നെല്ലാം നമുക്കറിയാം. എന്നിട്ടും നമ്മുടെ സമുദായം അതിൽ നിന്ന് മോചിതരാകുന്നില്ല എങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഇന്ന് പല ക്യാമ്പയിനുകൾ നടക്കുകയാണ്, ലഹരി മുക്ത ക്യാമ്പയിനുകൾ. പക്ഷേ അതൊന്നും വേരിനല്ല ചികിത്സ കൊടുക്കുന്നത്. അതെല്ലാം പുറമേയുള്ള ചികിത്സകൾ മാത്രമാണ്. യഥാർത്ഥ ചികിത്സ ഇവിടെയൊന്നും ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. എന്താണ് പരിഹാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇന്നമാ നസല അവ്വല മാ നസല മിൻ സൂറത്തൻ മിനൽ മുഫസ്സൽ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണ്. അങ്ങനെ ഹത്താ ഇദാ സാബൻ നാസു ഇലൽ ഇസ്ലാം, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇസ്ലാം ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് ഹലാലും ഹറാമും അവതരിച്ചത്. എന്നിട്ട് അവർ പറയുകയാണ്, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ. ആദ്യമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇറങ്ങുന്നത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് ആയത്താണ് എങ്കിൽ ലഖാലു, ജനങ്ങൾ പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദ, ഞങ്ങൾ ഒരിക്കലും മദ്യപാനത്തെ ഒഴിവാക്കുമായിരുന്നില്ല എന്നവർ പറയുമായിരുന്നു. വലൗ നസല ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞിരുന്നത് എങ്കിൽ ജനങ്ങൾ പറയും, ലാ നദഉ സിന അബദ,
ഞങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തെ ഒഴിവാക്കില്ല എന്നായിരിക്കും അവര് പറയുക. എന്നാൽ ആദ്യം അവതരിച്ചത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ചും പരലോകത്തെ കുറിച്ചുമുള്ള ആയത്തുകളാണ്. ആ വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ലഹരി ഒഴിവാക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. വ്യഭിചാരം അവർ ഇന്നുവരേക്കും ശീലിച്ച വ്യഭിചാരം ഒഴിവാക്കാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അതുകൊണ്ട് ആത്യന്തികമായി അവർക്ക് ലഭിച്ചപ്പോൾ പരിവർത്തനമുണ്ടായി. ശരിയായ വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം, അതാണ് അവരെ മാറ്റിയത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം? ഉത്തരം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളാണ് നാം ഓരോരുത്തരും. അവൻ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ലോകത്തെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. നാളെ പാരത്രികമായ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ജീവിതമാണ്, അതാണ് യഥാർത്ഥ ജീവിതം. ഇവിടെ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് അവിടെ ലഭിക്കും. പരലോകത്ത് ഇവിടെ തിന്മയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് നഷ്ടമായിരിക്കും. ആ പാരത്രികമായ ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതമെന്ന തിരിച്ചറിവാണ് എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ഒരു കൃത്യമായ തിരിച്ചറിവിലേക്ക്, ദീനിനെ കുറിച്ച് ആഴത്തിൽ, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ മതത്തെ കുറിച്ച്, ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും അതുപോലെ പരലോക വിശ്വാസത്തെ കുറിച്ചുമെല്ലാം കൃത്യമായ ബോധ്യവും തിരിച്ചറിവും അത് നമ്മൾ നേടിയെടുക്കുക, നമ്മുടെ സമൂഹത്തെ അതിലേക്ക് നമ്മൾ ക്ഷണിക്കുക. എങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സമുദായമായി നമുക്ക് മാറാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകലവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. നമ്മുടെ എല്ലാം സഹോദരൻ, ഈ നാട്ടുകാരനായ അദ്ദേഹത്തിന്റെ ഉമ്മ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് തന്നെ അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. നമ്മെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ആദരവായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ ഉള്ളവന്റെ നാട്ടിൽ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഏതാനും ആഴ്ചകളായി പാമ്പ് കടിയേറ്റ്, വിഷബാധയേറ്റ് അവർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി അവരും ആ കുടുംബവും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ, ആഫിയത്തോടുകൂടി ശിഷ്ടകാലം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الجنة ونعوذ